ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ വീഡിയോ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ട് ചെയ്തല്ലേ. പക്ഷേ ജെൻസിന് പറ്റിയ ബോയ്സിന് പറ്റിയ വർക്കൊക്കെ എന്താ കാണിക്കാത്തത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്ക് നമുക്കൊരു ഷർട്ടിൽ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് നോക്കാം. ഏകദേശം ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും അറിയാത്തവർക്ക് കുറച്ചും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മളൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെൻ്റെ മാമൻ്റെയും മോൻ്റെയാണ്. അപ്പോൾ അവൻ്റെ യൂണിഫോം ആയിരുന്നു കേട്ടോ. അപ്പോൾ യൂണിഫോം ആയിരുന്നു പറയാൻ, അവർ സ്കൂളിൻ്റെ ക്ലാസ് മാറുമ്പോൾ ചിലപ്പോൾ യൂണിഫോമൊക്കെ വേറെ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ പുതുതായിട്ടുള്ളൊരു യൂണിഫോം തന്നെയാണ്. പക്ഷേ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അവന് വേറെ യൂണിഫോമായി. അപ്പോൾ അങ്ങനെ പിന്നെ ഇതെങ്ങനെ കളയാനും പറ്റില്ല. അങ്ങനെ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് അവൻ ഈ ഒരു ഇതിൽ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മുടെ യൂണിഫോമിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ആ ഒരു പെയിൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം നല്ല രീതിയിൽ എടുത്ത് വെക്കുക. അതിനുശേഷം എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും സേഫ്റ്റി പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യുക. നല്ല രീതിയിൽ ടൈറ്റായിട്ട് പിടിച്ചിട്ട് സെക്യൂർ ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ അയൺ ചെയ്യുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് എനിക്ക് നല്ല സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നല്ല രീതിയിൽ വിരിച്ച് വെച്ചതിന് ശേഷം ഞാൻ 2-3 പിന്നൊക്കെ ചെയ്ത് കൊടുത്തു. അതാണെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഔട്ട്ലൈൻ സ്കെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ആക്രിലിക് പെയിൻറ്റ് ഒരുപാടൊന്നും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ജസ്റ്റ് ഒരു 1-2 ഡ്രോപ്സ് മാത്രമേ ആഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒത്തിരി നമ്മളിങ്ങനെ ലിക്വിഡാക്കി കൊടുത്താൽ ആ ഒരു ക്ലോത്തിൽ സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോട്ടൺ അല്ലാത്തത് കൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര മെനക്കേടാണ് ഈ ഒരു പെയിൻറ്റ് ചെയ്തെടുക്കാൻ. അതിങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കോട്ടൺ അല്ലാത്തത് കൊണ്ടും ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ് ആയതുകൊണ്ടും ഞാൻ അധികം ഒന്നും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 1-2 ഡ്രോപ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ഭയങ്കര അങ്ങനെ സ്പ്രെഡായി ആകെ സ്മഡ്ജായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്ലോത്തൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളധികം വെള്ളം ചേർക്കാത്തതായിരിക്കും നല്ലത്. കോട്ടൺ ഒക്കെ ആണെങ്കിൽ 1-2 ഡ്രോപ്സൊക്കെ വെള്ളം ചേർത്തിട്ടൊന്ന് ഡയലൂട്ട് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഔട്ട്ലൈൻ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒത്തിരി ഇനി ഇന്നും വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്, ഈ ഒരു ക്ലോത്തിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഇത് മാഞ്ഞു പോവോ, വാഷ് ചെയ്യുമ്പം കംപ്ലീറ്റ് സ്പ്രെഡായി പോവോ, അതുപോലെ തന്നെ കംപ്ലീറ്റ് കളറൊക്കെ ഇളകി ക്ലോത്തൊക്കെ ഡാമേജ് ആയി പോവോ, മോശമായി പോവോ, കളറ് പോവോ, ഇളകുമോ, ഈ ഒരു പെയിൻറ്റ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കുറേ കാലത്തേക്ക് ഈ ഒരു പെയിൻറ്റിങ് ചെയ്ത ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത് നമ്മൾ റഫായിട്ടുള്ള വാഷ് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ മെഷീൻ വാഷൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നോർമൽ നമ്മൾ റൂം ടെമ്പറേച്ചറൊക്കെ ഒരു 1-2 ദിവസം നിർത്തിയിട്ട് സാധാരണ രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക. അതിന് ശേഷം മാത്രം ഞാൻ ഈ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്, എന്തായാലും ഞാൻ പറയാം. ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ മുകളിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു പേപ്പറോ അല്ലെ വേറെ എന്തെങ്കിലും ക്ലോത്തോ വെച്ചതിന് ശേഷം ഒന്ന് നല്ല ചൂടിലൊന്ന് അയൺ ചെയ്തെടുക്കുക. നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണെന്ന് നോക്കണം. അതിനുശേഷം എത്രയാണോ ചൂട് ആ ഒരു ചൂടിൽ നമ്മൾ വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തിട്ട് അയൺ ചെയ്യുന്നതിൻ്റെ എന്താണ് റോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെയ്ത വർക്ക്, അതായത് ചെയ്ത ആ ഒരു പെയിൻറ്റിങ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ, അതുപോലെ തന്നെ നല്ല ഫിക്സ് ആയിട്ടിരിക്കാൻ, പിന്നീട് അവിടുന്ന് ഇളകി വരാതിരിക്കാൻ ഉള്ളൊരു സൊല്യൂഷനാണ് നല്ല നീറ്റായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെയിൻറ്റിങ് അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫിക്സ് ആയിട്ട് കിട്ടി, പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സായി. പിന്നെയുള്ള ഡൗട്ട് എന്താ, ഇത് കഴുകുമ്പം പോവോ? പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴുകുമ്പം പോവോ? ആ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഒരിക്കലും പോകാൻ വേണ്ടി പോകുന്നില്ല. റഫായിട്ടുള്ള വാഷൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ ചുരണ്ടി അലക്കും കല്ലിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉരച്ചൊക്കെ കഴുകുന്ന അമ്മാതിരി കഴുകുന്ന ആ ഒരു രീതിയിൽ ചെയ്താൽ ചിലപ്പം വാഷ് ഔട്ടാവാൻ അറിയില്ല. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെ വന്നാലും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അത് നോർമലി ഇനി ഏത് ഡ്രസ്സും കല്ലിലൊക്കെ ഇട്ട് ഒരുപാട് ഇങ്ങനെ മെനക്കെട്ട് ചെയ്താൽ ഇളകി പോകാറില്ലേ, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കായിരിക്കും. ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ പോവും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പെയിൻറ്റ് ഏതാണെന്നുള്ളത്, ഞാനിവിടെ ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യാറുണ്ട്, ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഫാബ്രിക്ക എന്ന് പറയുന്ന ക്യാമലിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പെയിൻറ്റ് നല്ല പെർഫെക്റ്റ് റിസൾട്ട് തരാറുണ്ട്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് പെയിൻറ്റും, ആക്രിലിക് പെയിൻറ്റാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് പെയിൻറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇന്ന പെയിൻറ്റ് വാട്ടർ കളറൊന്നും ചെയ്യില്ല കേട്ടോ. അതൊന്നും നമുക്ക് ഒരിക്കലും ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് അല്ല.
ആക്രിലിക് പെയിൻറ്റ്, അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റ്. ഇത് നിങ്ങൾക്ക് ഇതിലേത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഇത് ഇളകി പോവോ അങ്ങനത്തെ ഒരു ടെൻഷനോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓറഞ്ചിഷ് ബ്ലൂ, ആ ഒരു ഗ്രീൻ ഒക്കെ കൂടിയായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കുറച്ച് വലിയൊരു പീക്കോക്കിനെയാണ് ഞാൻ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ, ആ ഒരു പാറ്റേൺ, ഈ ഒരു ടൈപ്പ് ഓഫ് ചിത്രം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പിക്ചറിനെ സെലക്ട് ചെയ്തത്. അവന് കുറച്ച് വലിയ സൈസിലുള്ള ചിത്രം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിഡിലായിട്ട് ഒരു ബ്ലൂ കളർ വെച്ചത് ഇതുപോലെ കുറച്ചൊരു ഓവൽ ഷേപ്പിലുള്ള ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു യൂണിഫോമിൻ്റെ ഷർട്ടാണ്. യൂണിഫോമിൻ്റെ ആ ഒരു ക്ലോത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു കൈൻഡ് ഓഫ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്കൊരു കുറച്ച് മെനക്കെടേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ യൂണിഫോമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കളയണ്ട, ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയാക്കാം. അതുപോലെ തന്നെ ഗേൾസിനും നോർമൽ നമുക്ക് വൈറ്റ് ടോപ്പൊക്കെ ഉണ്ടാവുമല്ലോ യൂണിഫോമിൻ്റെ, അതിലും നമുക്ക് ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്താൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ ഡൈയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഡൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വെറുതെ കളയണ്ട, എന്തായാലും നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് ക്ലോത്തൊക്കെ വാങ്ങിച്ച് ചെയ്തൊരു വർക്ക്, ഒരു ഡ്രസ്സല്ലേ, അത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മയിലിൻ്റെ ആ വീഡിയോയുടെയൊക്കെ ആയിട്ട് കുറച്ച് വള്ളികളും ഇലകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് കൊടുത്തതാണ്. കുറച്ച് കളർഫുള്ളായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെന്ന് അവനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വള്ളികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെയൊക്കെ പിക്ചർ ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിരിക്കും. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ യൂണിഫോം കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം കേട്ടോ. കാരണം ആ ഒരു കൈൻഡ് ഓഫ് ആ ഒരു ക്ലോത്തിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അതിനൊരു വേറെ തന്നെ എലഗൻറ്റ് ഫീൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ ഒക്കെ ചെയ്യാം. ഇനി നമുക്കത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ഡോട്ടൊക്കെ നമ്മൾ ആ ഒരു വർക്കിനെ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, കുറച്ചൊരു സ്മഡ്ജായ പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്ലോത്തിൻ്റെ ടെക്സ്ചർ എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 1-2 ഡ്രോപ്സ് വെള്ളം ആഡ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ പണി കിട്ടുന്ന കണ്ടപ്പോൾ ഞാനത് മാറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊന്നും ചേർക്കാത്ത നല്ല പെയിൻറ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു സാരിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ കുറച്ചും കൂടെ വലിയ സൈസിൽ സാരിയിൽ, അതുപോലെ തന്നെ നോർമൽ നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിത് അവന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയൺ ചെയ്യുന്ന ഒരു ക്ലിപ്പ് മിസ്സായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് നല്ല ചൂടോടെ ഒന്ന് അയൺ ചെയ്തൊരു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എന്തായാലും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു, വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി സൂര്യമോന്402 ഒന്ന് അയച്ചു തരിക. അപ്പോൾ എനിക്ക് എന്തായാലും കാണുമ്പോൾ സന്തോഷമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നല്ല വീഡിയോ കാണാം.